ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കോണം കേട്ടോ. അമ്മയ്ക്കൊരല്പം തിടുക്കമുണ്ട് മോളുടെ കാര്യത്തില്. അതിനേക്കാളും തിരക്കുള്ള ഒരാളും കൂടി ഉണ്ടേ. അയ്യോ, ഞാൻ എന്റെ സാറിനെ കുറിച്ചല്ല പറഞ്ഞു കേട്ടോ. ആരും തെറ്റിദ്ധരിക്കല്ലേ. എന്താ മുത്തശ്ശി? ഇത് ഒരർത്ഥത്തിൽ കളരിക്കൽ കുടുംബം മോളോട് പറയുന്ന ക്ഷമയാ. എന്തിന്? ഇവിടേക്ക് ആദ്യം വന്ന് കയറിപ്പോ മോള് ഇടതുകാല് വെച്ച് കയറിയില്ലേ? സത്യം പറഞ്ഞ ഞങ്ങളുടെയൊക്കെ മനസ്സില് ചെറിയൊരു മുറിവ് പറ്റിയിരുന്നു. ഞങ്ങള് അല്പം പഴഞ്ചന്മാരല്ലേ. ഞങ്ങളുടെ രീതികളൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ ചിന്തകളൊക്കെ തെറ്റായിരുന്നു എന്ന് മോള് തെളിയിച്ചല്ലോ. പ്രവൃത്തിയാണ് മഹത്വം. അതാണ് കുട്ടി ഇപ്പൊ തെളിയിച്ചത്. കളരിക്കൽ കുടുംബത്തിലെ പൂജാമുറിയിലെ വിളക്ക് കൊളുത്താൻ മോൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. ഈ വിളക്ക് കൊളുത്തിക്കോളൂ. വിളക്ക് തെളിയിക്കും മോളെ. എല്ലാ അനുഗ്രഹവും കുട്ടിക്കുണ്ടാവും. കുട്ടി ഇനി ഞങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾ വാ ഇങ്ങോട്ട് നോക്കി നിൽക്കുക. നടക്ക. ഹലോ മാം. സിനി, ഇവിടെ വന്ന പുതിയ ജോലിക്കാരുടെ നമ്പർ സിനിയുടെ കയ്യിലുണ്ടോ? എനിക്ക് അവരോട് അത്യാവശ്യമായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അയ്യോ സോറി മാഡം, അവരുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെയല്ലേ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് അതൊക്കെ എങ്ങനെയാ സിനി മറന്നു പോകുന്നത്? ഇനിയിപ്പോ അവരോട് സംസാരിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? റിയലി സോറി മാഡം. തെറ്റുകൾ വരുത്തി കൂട്ടിയിട്ട് ഒരു സോറിയിൽ അത് ഒതുക്കാൻ നോക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കാനേ അറിയുള്ളൂ. അത് പരിഹരിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അറിയേയില്ല. ആ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോ? മാഡം പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ ഗാഥാ മാഡത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതൊക്കെ തിരിച്ചാ. എന്തുപറ്റി? ഗാഥാ മാഡം അവർ പറയുന്നൊക്കെ അനുസരിച്ചു. ഇവിടെ എത്തിയതിനു ശേഷം ഗാഥാ മാഡത്തിന് ദേഷ്യം വന്നതേയില്ല. അവർ തമ്മിൽ അകലണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിലും ഇവിടെ വന്നിട്ട് അവര് വല്ലാതെ അടുത്തിരിക്കുന്നു മാഡം. ഷട്ട് അപ്പ്. ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിട്ടല്ല നിന്നെ ഞാൻ അവളുടെ കൂടി പറഞ്ഞു വിട്ടത്. ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയെന്ന് നിനക്കറിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ മാഡം? നവീന്റെ കുടുംബം ഗാഥാ മാഡത്തിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിരിക്കോ? ഗാഥാ മാഡം തിരിച്ചു. മാഡത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ആൾക്കാര് പറയുന്നത് പോലെ ഇവര് വല്ല കൈവശവും. തോറ്റു കഴിയുമ്പോഴേ അന്ധവിശ്വാസം അല്ല അതിനുള്ള മറുപടി. ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് നീ അവളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിക്കോ. തിരുത്തേണ്ടത് തിരുത്തേണ്ട സമയത്ത് തിരുത്തണം. മനസ്സിലായ സിനിക്ക്? യെസ് മാം.
മോള് തിരിച്ചു പോകുന്നു കേട്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു വിഷമം. സിനി, സിത്താരയോട് 1-2 ദിവസം കൂടി മോളിവിടെ നിക്കട്ടെ എന്ന് പറയായിരുന്നില്ലേ? സിത്താര മാമിന് അങ്ങനൊന്നും ഗാഥ മാഡത്തെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ആ അപ്പോ കല്യാണം കഴിയുമ്പോ വലിയ പ്രശ്നമാവുമല്ലോ. മോളുടെ കൂടെ അമ്മയും കൂടെ ഇങ്ങോട്ട് പോരുവോ? അതിനെന്താ, മോളോടൊപ്പം സിത്താര കൂടി വരുന്നെങ്കിൽ ഇങ്ങി വരട്ടെ. നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കില്ലേ? നവീൻ, ഞാൻ ഇറങ്ങട്ടെ. എടോ, തന്റെ അമ്മ വന്നിട്ട് താനൊരു ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എനിക്കതിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സിത്താര മേഡത്തിനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ സമ്മതിച്ചത്. പക്ഷേ അത് നന്നായി. തന്റെ ഈ വരവ് നമ്മുടെ മനസ്സുകളെ കൂടുതൽ അടുപ്പിച്ചു. താങ്ക് യു. താങ്ക്സ് പറയേണ്ടത് ഞാനാ. ഇവിടെ വന്നു കയറുമ്പോ എന്റെ മനസ്സിലും കുറെ ഈഗോസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി അതെന്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ഇപ്പോ ഒട്ടും ഭാരമില്ലാത്ത മനസ്സോടു കൂടിയാ ഞാൻ തിരിച്ചു പോകുന്നത്. നമുക്കപ്പോ വീണ്ടും കാണാം. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ കുട്ടിയെ. അത് നല്ലതാ. ഞങ്ങൾ എല്ലാവരും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കോണം കേട്ടോ. അമ്മയ്ക്കൊരല്പം തിടുക്കമുണ്ട് മോളുടെ കാര്യത്തില്. അതിനേക്കാളും തിരക്കുള്ള ഒരാളും കൂടി ഉണ്ടേ. അയ്യോ, ഞാൻ എന്റെ സാറിനെ കുറിച്ചല്ല പറഞ്ഞു കേട്ടോ. ആരും തെറ്റിദ്ധരിക്കല്ലേ. നിന്ന നിപ്പില്ല സ്വഭാവം മാറാം. പിന്നെ എന്താ പറയാ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. ഈ കണ്ണീന്ന് തീ വരാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? വെറുതെ മാഡത്തിന്റെ മുഖത്തേക്ക് നോക്കിയാ മതി, ആ തീ കാണാം. അമ്മക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചൂടെ? അന്നേരം ആ തീ കെടൂലേ? ആ സാധാരണയായിട്ട് നിന്റെ അച്ഛൻ എങ്ങനെയൊക്കെ പറയുന്നേ. പാരമ്പര്യം കിട്ടുമല്ലോ. അതൊക്കെ പതുക്കെ മാറുന്നേ. കുറച്ചു ദിവസം കഴിയുമ്പോ നോക്കിക്കോ, സുനന്ദേച്ചിയായിരിക്കും സിത്താര മേഡത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടയാള്. നടന്ന തന്നെ. ഉണ്ണിമായ. ഹലോ ഉണ്ണിമായേ. കൃഷ്ണേ, ഇന്ന് ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയെന്ന ഡോക്ടർ പറഞ്ഞ്. ഓപ്പറേഷൻ എന്നാ നടത്തുന്നതെന്ന് ചോദിച്ചു. ഉണ്ണി, അമ്മ എവിടെ? എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. കൃഷ്ണേ, കുറച്ച് വേദന കൂടിയതുകൊണ്ട് 1-2 ഗുളികകൾ മാറ്റി എഴുതിയിട്ടുണ്ട്. അത് കഴിച്ചാൽ നല്ല ക്ഷീണം ഉണ്ടാവും, ഉറങ്ങുന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അമ്മ ഇപ്പൊ ഉറങ്ങോ? നീ എപ്പോഴാ വരിക? അമ്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ? ഞാൻ വരാം ഉണ്ണിമായെ, എത്രയും പെട്ടെന്ന് വരാം. അതെ, നീ ആ സുന്ദരിയെ തേടി നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതിലും നല്ലത് നാട്ടിലേക്ക് പോരുന്നതാ. ഞാനിപ്പോ അവരുടെ പിന്നാലെ നടക്കുന്നൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിൽക്കുന്ന വീട്ടിലെ സുനന്ദേച്ചി വലിയൊരു വീട്ടിലാ ജോലിക്ക് പോകുന്ന. അത്യാവശ്യം വന്നാല് ആ മാഡത്തിനോട് കുറച്ച് പണം ചോദിക്കാന്ന് സുനന്ദേച്ചി പറഞ്ഞിട്ടുണ്ട്.